പ്രിയ ദൈവപൈതലേ, നാം കർത്താവിന് മുമ്പിൽ നേരോടെ വിശ്വസ്തയോടും കൂടി നിന്നാൽ കർത്താവ് നമുക്ക് വലിയവ ചെയ്യും. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിട്ട്. ബൈബിളിൽ സങ്കീർത്തനങ്ങൾ നമ്മെ ദൈവത്തിലേക്ക് അടുപ്പിക്കുമ്പോൾ, സദൃശവാക്യങ്ങൾ നാം ഭൂമിയിലായിരിക്കുമ്പോൾ മനുഷ്യജീവിതം എങ്ങനെ ദൈവഹിതമാക്കാം എന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. സദൃശവാക്യം 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ നമുക്കിങ്ങനെ കാണുവാൻ കഴിയുന്നു. അവൻ നേരുള്ളവർക്ക് രക്ഷ സംഗ്രഹിച്ചു വയ്ക്കുന്നു, നിഷ്കളങ്കമായി നടക്കുന്നവർക്ക് അവനൊരു പരിച തന്നെ. ഈ ഒരു വാക്യത്തിൽ നമുക്ക് 2 കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. നേരോടെ നടക്കുന്നവർക്ക് അവൻ രക്ഷ സംഗ്രഹിച്ചു വെക്കുന്നു, നിഷ്കളങ്കമായി നടക്കുന്നവർക്ക് അവൻ എന്നും ഒരു പരിച തന്നെ. ബൈബിളിൽ നമുക്ക് അനേക വ്യക്തികളെ കർത്താവിൻ്റെ മുമ്പിൽ നേരോടെ വിശ്വസ്തതയും നിഷ്കളങ്കതയോടെ നടന്നവരെ കാണുവാൻ കഴിയുന്നു. അതിൽ ഒരു വ്യക്തിയാണ് യോസേഫ് എന്നുള്ളത്. തൻ്റെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും കർത്താവിന് മുമ്പിൽ യോസേഫ് നേരോടെ നിന്നിരുന്നു. അതിനാൽ അവൻ്റെ ജീവിതം കർത്താവ് ഏറ്റവും അനുഗ്രഹമാക്കി. പൊത്തിഫയറിൻ്റെ ഭവനത്തിൽ വെച്ച് ദൈവഹിതമല്ലാത്ത രീതി തെറ്റിപ്പോകുന്ന അവസ്ഥകൾ വന്നിട്ട് പോലും കർത്താവിൻ്റെ മുൻപിൽ നേരോടെ നിന്നതിനാൽ കർത്താവ് അവനെ ഏറ്റവും അനുഗ്രഹിച്ചു. പിന്നീട് നമുക്ക് യോസേഫിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ പല സ്ഥലങ്ങളിലും കർത്താവ് അവനെ ഏറ്റവും ഉന്നതമായി മാനിച്ചു. പ്രിയ ദൈവപൈതലേ, നാം കർത്താവിന് മുമ്പിൽ നേരോടെ വിശ്വസ്തയോടും കൂടി നിന്നാൽ കർത്താവ് നമുക്ക് വലിയവ ചെയ്യും. ഓരോ പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും നാം നേരോടെയാണോ നിഷ്കളങ്കതയോടെയാണോ കർത്താവിന് മുമ്പിൽ നിൽക്കുന്നെങ്കിൽ കർത്താവ് നമുക്ക് പരിചയമായി കൂടെ കാണും. വിശ്വസ്തയോടെ കർത്താവിൻ്റെ വേല ചെയ്ത് നേരോടെ നിഷ്കളങ്കതയോടെ നടക്കാൻ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ്.